കലാസ്നേഹികളെ, സഹൃദയരെ, ഹോളി ഫാമിലി പ്രയർ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന അളവു പാത്രം, ദി മെഷറിംഗ് ജാർ. അണിയറയിൽ കഥാസംഭാഷണം ജെയിംസ് കുരിശിമ്മൂട്ടിൽ, സംവിധാനം സാക്ഷാത്കാരം സൂസൻ ഗ്രിഗറി, സാങ്കേതിക പിന്തുണ ഗ്രിഗറി ജോബ്. വേദിയിൽ നോബി സെബാസ്റ്റ്യൻ, മാസ്റ്റർ ദാരൻ, റാണി സോണി, ജൂലി സോജൻ, സജി സെബാസ്റ്റ്യൻ, സോണി ജോസഫ്. കൂടെ ഹോളി ഫാമിലി യൂണിറ്റിലെ കൊച്ചു കലാകാരന്മാരും കലാകാരികളും. ഈ കഥ തികച്ചും സാങ്കല്പികം മാത്രം. എല്ലാ വൃദ്ധരായ പാർക്കിൻസൺസ് രോഗികൾക്കും അവരുടെ സ്നേഹ ശുശ്രൂഷകർക്കും പ്രത്യേക സമർപ്പണം. ഹലോ എവരിവൺ, സൺഡേ ചാറ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാരതത്തിന്റെ ലിസിയോ എന്നറിയപ്പെടുന്ന ഇരിങ്ങാലക്കുട രൂപതയിലെ ലിറ്റിൽ ഫ്ലവർ ചർച്ച് പോട്ട, അവിടുത്തെ മാറി പൂച്ച, എത്ര കൊടുത്താലും മതിയാകാത്ത ജന്തു. ഓ, എന്റെ കൈയും പൊള്ളി. ഓ, നേരെയില്ലാത്ത നേരത്ത്. എടാ ബാബുക്കുട്ടാ, ഈ കാപ്പി കൊണ്ട് വല്ലിപ്പിച്ചിന് കൊടുത്തേ. എടാ സൂക്ഷിച്ചു കൊണ്ട് കൊടുക്കണേ. ഈ ആഴ്ച തന്നെ 5-6 കപ്പും ഗ്ലാസ്സുമായി പൊട്ടിച്ചു. അപ്പോൾ ഈ ആഴ്ചയുടെ കോട്ട നേരത്തെ തീർത്തോ മമ്മി? അതും പൊട്ടിച്ചോ? ഓ മമ്മി, അതെന്റെ കയ്യിൽ നിന്ന് പൊട്ടിയതാ. എടാ സൂക്ഷിച്ച്, കൈയും കാലൊന്നും മുറിക്കാതെ വാരിക്കളാ കേട്ടോ. ഇപ്പൊ തന്നെ ലേറ്റായി, എനിക്ക് പോകാൻ നേരമായല്ലോ. ജോർജ് കുട്ടി വിളിച്ചായിരുന്നോ? കഴിഞ്ഞ ആഴ്ച വന്നില്ലല്ലോ, ഈ ആഴ്ച വരേണ്ടതല്ലേ? ഓ അപ്പച്ച, ഞാനത് പറയാൻ മറന്നുപോയി. ഇന്നലെ വിളിച്ചായിരുന്നു, ഇന്ന് വരുമെന്നാ പറഞ്ഞേ. എടാ ബാബുക്കുട്ടാ, നീ ആ ഫോണിൽ കുത്തിയിരിക്കാതെ വല്ലതും പോയി ഒന്ന് പഠിക്ക്. നിന്റെ എക്സാം വരുമല്ലേ. വല്യപ്പച്ച, എനിക്ക് പോകാൻ സമയമായി, ഞാൻ ഇറങ്ങിക്കോട്ടെ. ബാബുക്കുട്ടൻ കാപ്പി എടുത്ത് തരും കേട്ടോ. എടാ നീ വല്ലതും കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ വിരയാനൊന്നുമില്ലല്ലോ. നീ സന്തോഷത്തോടെ തമാശയും പറഞ്ഞു തരുമ്പോൾ എൻ്റെ രോഗം പോലും ഞാൻ മറന്നുപോകും. നീ നിന്റെ റൂമിൽ പോയിരുന്ന് പഠിക്ക്. ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കരുത്. ഫോണിൽ തോണ്ടിക്കളിക്കാൻ ഇനിയും ഒത്തിരി സമയം കിട്ടും. പക്ഷേ പഠിക്കാൻ ഇപ്പോഴേ സമയം കിട്ടും. ഞാൻ ഇത്തിരി നേരം ഷാലോം TV കാണട്ടെ. One true God who reigns over all things and the universe, Almighty God, Christ of the last days. This is the Holy Spirit's testimony, proof undeniable. He's working to bear testimony everywhere. So no one will have any doubt, the triumphant King, Almighty God has prevailed over the world. He has been victorious over sin and accomplished His redemption. The whole earth shall rejoice. It praises the triumphant King, Almighty God, forever and ever.
അന്തോണിച്ചായോ, എന്നാ ഉണ്ട് വിശേഷമൊക്കെ? ഈ വയസ്സുകാലത്ത് സ്വപ്നവും മറ്റും കാണുകയാണോ? ഓ, സ്വപ്നം കാണാൻ പ്രായപരിധിയൊന്നും ഇല്ലല്ലോ തോമാച്ച. ഏത് പ്രായക്കാരെ പോലെ കാണുന്നു എന്നതല്ലേ വിഷയം. എൻ്റെ തോമാച്ച, സത്യം പറഞ്ഞാൽ ഞാൻ സ്വപ്നം കാണുക തന്നെയായിരുന്നു. ശാലോം കണ്ട് ഒന്ന് മയങ്ങി. സ്വപ്നത്തിലെ എൻ്റെ കൊച്ചുമക്കളെല്ലാം കൂടി എൻ്റെ മുമ്പിൽ നിന്ന് ഡാൻസ് കളിക്കുന്നുവെന്ന്. കൈവിറയലൊക്കെ ഇപ്പോൾ എങ്ങനെയുണ്ട്? ഓ, ഇതിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലെന്നും തോന്നുന്നല്ലോ. ആ, എൻ്റെ മറിയക്കുട്ടി പോയപ്പോൾ തുടങ്ങിയതാ. അതിങ്ങനെ കൂടിയും കുറഞ്ഞു ഇരിക്കും. ഓ, ഇതെന്നെയും കൊണ്ടേ പോകൂ. മറിയക്കുട്ടി ചേട്ടത്തി മരിച്ചിട്ട് ഇപ്പോൾ എത്ര നാളായി? എന്നിട്ടും ഇപ്പോഴും ആ ഓർമ്മകളുമായിട്ട് നടക്കുകയാണോ? എല്ലാ മുറിവുകളും കാലം ഉണക്കുമെന്നല്ലേ? ഇവിടെയാണെങ്കിൽ മക്കളും കൊച്ചുമക്കളുമായി ഒരു വലിയ കൂട്ടം തന്നെയുണ്ട്. എന്നിട്ടും അതൊക്കെ ശരിയാ. എന്നാലും നമുക്കേറെ ഇഷ്ടപ്പെട്ടവർ കൂടെയില്ലെങ്കിൽ ഏത് ആൾക്കൂട്ടത്തിലും നമ്മൾ തനിയെയാണ്. പിന്നെ നീ പറഞ്ഞില്ലേ, കാലം ഉണക്കുന്ന മുറിവുകൾ. എന്നാലും ആ മുറിപ്പാടുകൾ അങ്ങനെ കിടക്കും. എനിക്കറിയാം നിങ്ങൾ തമ്മിൽ വലിയ സ്നേഹത്തിലായിരുന്നുവെന്ന്. തോമാച്ച, നിനക്കറിയാവോ, എല്ലാവരും കല്യാണം കഴിക്കും. എല്ലാവർക്കും ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും ഒക്കെ കിട്ടും. പക്ഷെങ്കിൽ യഥാർത്ഥ ജീവിത പങ്കാളികളെ കിട്ടുന്ന ഭാഗ്യവാന്മാർ കുറവാണ്. അങ്ങനെ ഒരു ഭാഗ്യവാനായിരുന്നടോ ഞാൻ. ആ, അതൊക്കെ ഓരോരുത്തരുടെയും തലേ വരാം. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു വഴക്കുമക്കാണോ ഒന്നും ഉണ്ടായിട്ടില്ലേ? എന്തു മണ്ടൻ ചോദ്യമാ തോമാച്ച നീ ചോദിച്ചത്. രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വന്നവർ ഒന്നിച്ച് ജീവിക്കുമ്പോൾ ചില തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടാകും. ഞങ്ങളുടെ ജീവിതത്തിലും അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു ചെറിയ പ്രശ്നമുണ്ടായാലും ഞാൻ മസിൽ പിടിച്ച് മിണ്ടാതിരിക്കും. അവളും കുറേ നേരം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏലത്തരി ഇട്ട് തിളപ്പിച്ച ചായയും ഉണ്ടാക്കിക്കൊണ്ട് അവൾ വരും. വാശിക്ക് ഞാൻ ജയിച്ചല്ലോ എന്ന് കരുതി ഞാൻ മേടിച്ച് കുടിക്കും. പക്ഷേ ഇപ്പോൾ ഞാൻ അറിയുന്നു, അവളാണെന്നും ജയിച്ചു കൊണ്ടിരുന്നതെന്ന്. നല്ല ഹൃദയമുള്ളവർക്ക് ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ കഴിയും. സ്നേഹമുള്ളവർക്ക് ചെറിയ പ്രശ്നങ്ങൾ വഷളാകാതെ നിസ്സാരമാക്കി കളയാനും പറ്റും. തോറ്റുകൊടുക്കും തോറും വിജയിക്കുന്നതൊന്ന് മാത്രമേ ഉള്ളൂ. അതാടാ തോമാച്ച സ്നേഹം. ദേ, അമ്മാളൂട്ടി വിളി തുടങ്ങി. അന്തോണിച്ചായൻ തന്നെ ഇരിക്കുന്നത് കണ്ട് ഞാനൊന്ന് കയറിയെന്നേ ഉള്ളൂ കേട്ടോ. ജോർജ് കുട്ടി ഇന്നല്ലേ വരുന്നത്? ഞാൻ വൈകുന്നേരം വന്ന് കണ്ടോളാവേ. വലിയപ്പച്ച, എനിക്ക് കുറച്ച് പൈസ വേണം. ആ, എന്തിനാടാ നിനക്കിപ്പോൾ കാശ്? വല്ല പൊടിയോ പൊടിക്കുപ്പിയോ വാങ്ങാനാണോ? എൻ്റെ വലിയപ്പച്ചൻ്റെ കൊച്ചുവൻ അങ്ങനെ വല്ലതും ചെയ്യുമോ? എൻ്റെ അപ്പനും വലിയപ്പനും ചെയ്യാത്തത് ഞാൻ ചെയ്യുമോ? നിങ്ങളാണ് എൻ്റെ മാതൃക. പൈസ എന്തിനാ വാങ്ങിയത് എന്ന് വലിയപ്പച്ചന് വൈകിട്ട് മനസ്സിലാകും. ആൻറ്റി, ഞാൻ പുറത്തേക്ക് പോകുവാണ്.
വല്യപ്പച്ചനെ ഒന്ന് നോക്കിക്കോണേ. ആ ബാബുമോൻ പോയിക്കോ, ഞാൻ നോക്കിക്കോളാം. ഇത് കുറച്ച് പച്ചമോരാ. അച്ചായന് പച്ചമോര് ഇഷ്ടമാണല്ലോ. നീ അതവിടെ വെച്ചേര് ഡെയ്സി മോളെ, വൈകിട്ട് ഞാൻ കഴിച്ചോളാം. തോമാച്ചേട്ടൻ ഒത്തിരി നേരം ഇരുന്നല്ലോ. ഓ, ഒത്തിരി സങ്കടവും പ്രശ്നവും കൊണ്ട് നടക്കുന്നവനാ അവൻ. എൻ്റെ അടുത്ത് വരുമ്പോഴാണ് അവനൊന്ന് മനസ്സ് തുറക്കുന്നത്. തോമാച്ചൻ എത്ര പ്രശ്നങ്ങൾക്ക് നടുവിലാ, എന്നിട്ടും ഒന്നും സംഭവിക്കാത്ത പോലെ ചിരിച്ചും കളിച്ചും നടക്കുന്നു. ഉള്ളു വിങ്ങുന്ന എത്ര മനുഷ്യരാ നമ്മുടെ മുന്നിലൂടെ ചിരിച്ചുകൊണ്ട് നടക്കുന്നത്. നമ്മൾ അറിയാഞ്ഞിട്ട. അത് പോട്ടെ. തോമസ് കുട്ടി വിളിക്കുന്നുണ്ടല്ലോ അല്ലേ? എന്നെയും വിളിക്കുന്നുണ്ട്. എത്ര നാളായി അവൻ ആ മരുഭൂമിയിൽ കഴിയുന്നു. ഇനി അവൻ ഇങ്ങ് പോരട്ടെ. നീ പറയാറില്ലേ? പിള്ളേരുടെ പഠിത്തം ഏതാണ്ട് തീരാറായി. സുമമോള് നേഴ്സിങ്ങും മോൻ MCAയും കഴിയാൻ ഇനി 2 വർഷമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നിർത്തിപ്പോരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അച്ചായൻ അതുവരെ ഞങ്ങളുടെ കൂടെ വന്ന് നിന്നുകൂടെ? പിള്ളേർ പോയി കഴിഞ്ഞാൽ ഞാൻ തനിയേ വീട്ടിലുള്ളൂ. അത് പിന്നെ മോളെ, അമ്മച്ചിയുടെ ധന്യന്ത്രം കുഴമ്പിൻ്റെ മണം ഇപ്പോഴും ഈ വീട്ടിലുണ്ട്. അതൊക്കെ വിട്ടിട്ട് അപ്പച്ചന് മാറി താമസിക്കാൻ ബുദ്ധിമുട്ടാടി. പിന്നെ നിങ്ങൾ അത്ര ദൂരെയൊന്നുമല്ലല്ലോ, ഒരു വിളിപ്പാടകലമല്ലേ ഉള്ളൂ. ഞാൻ അച്ചാന് ചോറെടുത്ത് തരട്ടെ? ഊണിൻ്റെ സമയം കഴിഞ്ഞല്ലോ. ഇപ്പോൾ വേണ്ട മോളെ, ഞാൻ ഭക്ഷണം കുറച്ചിരിക്കുക. ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവൻ യോഗിയും, 2 നേരം കഴിക്കുന്നവൻ രോഗിയും, 3 നേരം കഴിക്കുന്നവൻ ഭോഗിയും എന്നാണല്ലോ പ്രമാണം. ഓ, 4 മണി കഴിഞ്ഞല്ലേ? എല്ലാവരും വരാറായി. ആ ഡെയ്സി, നീ ഇവിടെ ഉണ്ടായിരുന്നോ? അച്ചായന് കുറച്ച് മോരും കൊണ്ട് വന്നതാ. ബാബുമോൻ വെളിയിൽ പോയെന്ന് തോന്നുന്നു. അവൻ എന്നോടൊന്ന് നോക്കണമെന്നും പറഞ്ഞു. ചേച്ചി ജോർജ് കുട്ടിച്ചായൻ ഇന്ന് വരില്ലേ? ആ അച്ചായൻ കവലയെ വന്നിട്ടുണ്ട്. എന്തോ ഷോപ്പിംഗ് ഉണ്ടെന്നാ പറഞ്ഞേ. ഇപ്പൊ വരുമായിരിക്കും. ചേച്ചി പോയി ഡ്രസ്സ് മാറിക്കോ. ചേട്ടൻ വന്നെന്നാ തോന്നുന്നേ. അച്ചായ, സുഖം തന്നെയല്ലേ? എത്ര എണ്ണം എനിക്ക് നീയും തോമസ് കുട്ടിയും വാങ്ങിയതുണ്ട്. എന്നാലും പിള്ളേർ വാങ്ങിത്തരുന്നത് അപ്പന്മാർക്കൊരു സന്തോഷമാടാ. ഗൾഫുകാരൻ്റെ ഭാര്യയ്ക്ക് എന്തിൻ്റെ കുറവാ? എന്നാലും നിനക്ക് തിരിക്കട്ടെ. ആ നല്ല സാരി, നല്ല കളറും. ചേച്ചി നോക്കിക്കേ. നീ എവിടെയായിരുന്നടാ? തോമാച്ച, നമുക്ക് പിന്നെ കൂടാടാ. ഇത് സൂപ്പർ, അടിപൊളി. എന്നും ഡാഡി അല്ലേ എനിക്ക് സമ്മാനം തരുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സമ്മാനം തരാൻ പോവാ. ഓ, എന്തിനാടാ ഈ പൊട്ടാത്ത കപ്പ്? ഞങ്ങൾക്ക് കൈവറയലൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ കൈയൊന്നും വരയ്ക്കുന്നില്ല. ജനറ്റിക്കലി നിങ്ങൾക്ക് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഭാര്യ നിങ്ങളുടെ നേരെ മുഖം വീർപ്പിക്കണ്ട. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നല്ലേ ഡാഡി? അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? അച്ചായനെ ആരെങ്കിലും എന്തെങ്കിലും പറയാറുണ്ടോ? എന്നെ ആരും ഒന്നും പറയാറില്ല. ബാബുമോനൊരു ലോകകാര്യം പറഞ്ഞെന്നേ ഉള്ളൂ. നീ അളക്കുന്ന അളവ് പാത്രം കൊണ്ട് തന്നെ നിനക്കും അളന്നു കിട്ടും. ഇവൻ അത് ഓർത്ത് കാണും. അല്ലേടാ ബാബുമനെ?
Dear Lord, we come before you with hearts full of gratitude, lifting up all the elderly in our lives. As they enter the golden years of their journey, we ask for your loving care and abundant blessings. Lord, we pray that you grant them a healthy mind and a strong spirit, so they may continue to experience the joy and peace that comes from you each day.